നമ്മളോട് ആൾക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധതയോടെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ കാര്യം കാണാൻ മുഖസ്തുതി പറയുന്നവരും പുകഴ്ത്തി പറയുന്നവരെയും നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അബദ്ധത്തിലോ അല്ലെങ്കിൽ ആപത്തിലോ ചെന്ന് ചാടും. ഒരിക്കലൊരു കാക്കയ്ക്ക് ഒരു കഷ്ണം കേക്കിന്റെ കഷ്ണം കിട്ടി. കാക്ക ഈ കേക്കിന്റെ കഷ്ണവുമായി പറന്ന് ഒരു മരത്തിന്റെ കൊമ്പിൽ സ്വസ്ഥമായിരുന്ന് കഴിക്കാൻ ആരംഭിച്ചപ്പോഴാണ് താഴെ ഇരുന്ന സൂത്രക്കാരനായ കുറുക്കൻ അത് മനസ്സിലാക്കി ആ കാക്കയ്ക്ക് ഒരു കേക്ക് കിട്ടിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ കാക്കയുടെ കയ്യിൽ നിന്ന് ഈ കേക്ക് തട്ടിയെടുക്കണമെന്ന് തന്നെ കുറുക്കൻ തീരുമാനിച്ചു. കുറുക്കൻ ഈ മരത്തിന്റെ ചൂട്ടിൽ നിന്ന് കാക്കയെ വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട കാക്കേ, നീ എത്ര സുന്ദരിയായിരിക്കുന്നു. കറുപ്പിന് ഏഴഴക് എന്ന് പറയും പോലെ നിന്റെ നിറം എത്ര സുന്ദരമാണ്. നിന്നെ കാണാൻ എന്തു ഭംഗിയാണ്. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നിന്നെ എങ്ങനെയാണ് പ്രകൃതി ഇത്ര സുന്ദരമായി സൃഷ്ടിച്ചതെന്ന്. ഇത്ര സുന്ദരിയായ നിന്റെ പാട്ട് എത്ര മനോഹരമായിരിക്കും. അത് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. നീ ഒന്ന് പാടുമോ എനിക്ക് വേണ്ടി? കുറുക്കന്റെ വാഗ്ധോരണയിൽ പുകഴ്ത്തലിൽ ലയിച്ചുപോയ കാക്ക മെല്ലെ കാ കാ എന്ന് പറയാൻ വാ തുറന്നതും വായിലിരുന്ന കേക്ക് താഴേക്ക് വീണതും കുറുക്കൻ അത് ചാടിപ്പിടിച്ചതും ഒന്നിച്ചായിരുന്നു. എന്നിട്ട് കുറുക്കൻ അത് വിഴുങ്ങിയിട്ട് കാക്കയോട് പറഞ്ഞു, കാക്കയെ, നീ ഓർത്തോളൂ, മറ്റുള്ളവർ നിന്നെ അധികമായി പുകഴ്ത്തുമ്പോൾ ഓർമ്മിക്കുക, അവർക്ക് നിന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക യുഗത്തിൽ മറ്റുള്ളവരെ പുകഴ്ത്താനും പ്രശംസിക്കാനും ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ഈ പുകഴ്ത്തലുകൾ, ഈ വാഴ്ത്തുപാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നാം അതിൽ മയങ്ങി വീഴരുത്. അത് ചിലപ്പോൾ അവർക്ക് കാര്യം കാണാനുള്ള സുഖിപ്പീരുകളാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം നമുക്കുണ്ടാകണം.